ഈ സാരി സ്റ്റോറിലൊക്കെ വന്നവർക്ക് ഷിബിനെ പരിചയം ഉണ്ടാകും. ഇപ്പോൾ 1 മാസമല്ലേ ആവണുള്ളൂ തുറക്കുന്നിട്ട്. പക്ഷേ ഷിബിൻ ഭംഗിയായി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആൾ അത്യാവശ്യം സാരീസിൽ, ഞാൻ പറഞ്ഞില്ലായിരുന്നു, എനിക്ക് സാരീസ് അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നില്ല. ഞാൻ 1-2 വർഷമൊക്കെ പഠിച്ച് കുറച്ച് സാരീസൊക്കെ ചെയ്യാൻ നോക്കി, ട്രൈ ചെയ്തു. അങ്ങനെയൊക്കെ അങ്ങ് ചെയ്ത് കുറച്ച് കളക്ഷനൊക്കെ ഞാനും മനീഷയാണ് കൊണ്ടുപോയി വെച്ചു. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ മുകളിലൊരു കാര്യം ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്സ് ഇല്ല എങ്കിൽ ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. ശരിയാണോ? അതിനൊരു ദൈവാനുഗ്രഹം ഉണ്ടായി. നമ്മൾ തുറന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള സാരീസിൽ എക്സ്പീരിയൻസ് ഉള്ള നല്ല സ്റ്റാഫ്സിനെ കിട്ടി. ആ ഒരു സക്സസ് ഈ ഒരു 30 ദിവസത്തെ 25 ദിവസത്തെ സെയിലിൽ നമുക്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ് ഒരു അനുഗ്രഹം. കച്ചവടമുണ്ട്, ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. സാരി സ്റ്റോറിൽ വന്നു കഴിഞ്ഞപ്പോൾ ഷിബിൻ മിക്കപ്പോഴും താഴെ വന്നിരിക്കുന്നത് കാണും. വന്നു കഴിയുമ്പോൾ കസ്റ്റമറിനെ വെൽക്കം ചെയ്യാനും കാര്യങ്ങളെല്ലാം, എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാം കൈകാര്യം ചെയ്യാനുള്ള ഒരാൾ. ആൾ ഈ ടെക്സ്റ്റൈലിൽ തന്നെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് കൂടുതലും സാരി സെക്ഷനിൽ തന്നെയാണ്. ഞാൻ ഇടയ്ക്ക് ഈ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ചില ഡിസൈൻസൊക്കെ നോക്കി കഴിയുമ്പോൾ എനിക്ക് അത്ര കാര്യമായിട്ടൊന്നും അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ ചിലതൊക്കെ മറന്നു. അപ്പോൾ ഞാൻ ഷിബിനെ വിളിച്ചു, ഷിബിന് ഇത് ഏത് ഡിസൈൻ? സാറേ അത് ഇന്ന സാറേ. കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ പറഞ്ഞിടത്തിലും മറ്റേ 2 കളറുള്ള ബോർഡർ ഗംഗാ ജമുന പറഞ്ഞ് ഈ വീവേഴ്സൊക്കെ പറയുന്ന പേരുണ്ടാവും, പക്ഷെ എപ്പോഴും നമ്മളത് ഓർത്തിരിക്കണമെന്നില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ എങ്കിൽ വെണ്ടറിനോടൊക്കെ പറയും, സാറേ ഇതൊന്ന് നോട്ട് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ എഴുതി വയ്ക്കും. ചിലപ്പോൾ എങ്കിൽ അതൊക്കെ വിട്ടുപോകുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ നല്ല എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ്സ് ഉണ്ട് എങ്കിൽ ഒരു പരിധി വരെ കച്ചവടം ചെയ്യാൻ എളുപ്പമാണ് എന്ന് ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് നല്ല എംപ്ലോയിനെ കിട്ടി. ഞാൻ ഷിബിനെ നിർത്തി പൊക്കാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. സാരിക്കടയിൽ എന്ത് പ്രശ്നം വന്നാലും നോക്കാനും സംസാരിക്കാനും ഉള്ള ആളാണ്. ഷിബിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. സാരി സ്റ്റോറിലെ എന്ത് എൻക്വയറി വന്നാലും നിങ്ങൾ കസ്റ്റമർ കയറി വന്നതിന് ശേഷം നമ്മുടെ കസ്റ്റമറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ല എങ്കിൽ ബെറ്റർ സർവീസ് കിട്ടിയില്ല എന്നുള്ള എന്തെങ്കിലും സജഷൻസ് ഉണ്ട് എങ്കിൽ 100% ഞങ്ങളിവിടെ ഉണ്ട് എങ്കിൽ നമ്മളോട് സംസാരിക്കുക. അല്ലെങ്കിൽ എപ്പോഴും മാക്സിമം മനീഷ ഇവിടെ ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന ഒരു മുഖമായിരിക്കും ഷിബിനുമായിട്ട് സംസാരിക്കാം. എന്ത് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും നമുക്കതിനെ കറക്റ്റ് ചെയ്ത് തരാൻ സാധിക്കും. ഇത്ര നേരം ഞാൻ സംസാരിച്ചു. ഇനി ഷിബിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേ. ഞാനിപ്പോൾ സാറേ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1.5 മാസത്തോളം ആവാറായി. ഫസ്റ്റ് ടൈമാണ് ഒരു സ്റ്റോറിൻ്റെ ഫുൾ ചാർജ് ഏറ്റെടുക്കണം. ഈ ഒരു 8 വർഷം 9 വർഷം വർക്ക് ചെയ്ത ആ ടൈമിൽ ഒരു ഫ്ലോർ സൂപ്പർവൈസർ എന്ന നിലയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ നമുക്ക് വേറെ ആൾക്കാർ, നമുക്ക് അസിസ്റ്റായിട്ട് ആൾക്കാരുണ്ടാവും. ഇതിൽ നിന്നൊക്കെ മാറി ഒരു സ്റ്റോറിൻ്റെ ഫുൾ ചാർജ് ഏറ്റെടുക്കുമ്പോൾ ആദ്യമൊക്കെ വന്ന ടൈമിൽ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു ചെറിയൊരു ടെൻഷൻ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ പയ്യെ ഷോപ്പ് ഓപ്പൺ ആയതിനു ശേഷം പിന്നെ പയ്യെ എന്നെ കൊണ്ട് പറ്റുമെന്നൊരു കോൺഫിഡൻസ് എനിക്കിപ്പോൾ ആയി. എന്നെ അങ്ങനെ വരാൻ കാരണം അത് വേറൊന്നും കൊണ്ടല്ല, സാറിന്റെ ബൈക്കിൽ നിന്നുള്ള സപ്പോർട്ടാണ് മെയിനായിട്ട്. എന്നെ പൊക്കി നമുക്കൊരു വീഡിയോ ചെയ്യണം. അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു 2 മിനിറ്റ് നിന്നെ പൊക്കും, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാനത്തെ 1.5 മിനിറ്റ് എന്നെ പൊക്കണം. അല്ല സാർ അങ്ങനെയല്ല. ഇപ്പൊ സാറാണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാലും സാർ അപ്പൊ തന്നെ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശിവനെ അത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് വീണ്ടും ആ തെറ്റ് നമ്മൾ ആവർത്തിക്കാതിരിക്കാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ കാണാറുണ്ട്. പിന്നെ ഇപ്പം സ്റ്റാഫുകളാണേലും അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകളെ നമുക്ക് കിട്ടിയേക്കണേ സാരി സെക്ഷനിൽ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. മുന്നോട്ടും നല്ല രീതിയിൽ തന്നെ പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നന്നായിട്ട് പോകും. എന്തായി കഴിഞ്ഞാൽ നല്ല ഫീഡ്ബാക്ക് അല്ലായിരുന്നു, ജെന്യുവൻ ആയിട്ടുള്ളതാണ്. ഒന്നും പ്രിപ്പയർ ആയിട്ട് പറഞ്ഞതല്ല. ഞങ്ങളിപ്പോൾ വീഡിയോ എടുത്ത് 12 കഴിഞ്ഞു. അപ്പോൾ ഈ രാത്രിയൊക്കെ വീഡിയോ എടുക്കാൻ നേരത്ത് ഞാൻ ഷിബിനോട് പറയും, ഒന്ന് കൂടെ നിൽക്കണേ ഷിബിനെ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കൂടെ സ്റ്റൈലിസ്റ്റ് ഉണ്ട്, ക്യാമറമാനുണ്ട്, അത് സപ്പോർട്ട് ചെയ്യാനുള്ള സ്റ്റാഫ്സ്, ഒരു 5-6 പേരൊക്കെ കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോസൊക്കെ ഒരു ഔട്ട് വരണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു 5-6 പേരുടെ ഒരു എഫോർട്ടുണ്ട്, അല്ലാതെ ജസ്റ്റ് ഒരു ഇതായിട്ടല്ല. അപ്പോൾ ഷിബിനെ എപ്പോഴും ഞാൻ പിടിച്ച് നിർത്തും. വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ആഴ്ച 2-3 ദിവസം വീഡിയോ എടുക്കും. അപ്പോൾ 12-1 മണിയൊക്കെ ആവും വീട്ടിൽ പോവുപ്പേ എന്ന് പറയാൻ. എന്നാലും രാവിലെ 9-5 വന്ന് കട തുറന്ന് പ്രയർ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കടയിൽ ഓരോ ആക്ടിവിറ്റി ചെയ്യും.
ഞാൻ പറഞ്ഞ തെറ്റുകളില്ലാതെ കച്ചവടം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നില്ല. തെറ്റുകൾ പറ്റും, അതെനിക്കറിയാം. പക്ഷേ മാക്സിമം ഞങ്ങളതിനെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് ഒരു അനുഗ്രഹമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ ദൈവാനുഗ്രഹം എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. അതിന് വേണ്ട പ്രാർത്ഥനയും നമുക്ക് വേണം. താങ്ക് യു സോ മച്ച്.